സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെ ഉത്തരവ്. RTI നിയമപ്രകാരം ഒഴിവാക്കേണ്ട വിവരങ്ങൾ ഒഴിവാക്കി ഈ മാസം 25-നകം റിപ്പോർട്ട് പരസ്യപ്പെടുത്തണം. വ്യക്തികളുടെ സ്വകാര്യതയെ ബാധിക്കാത്ത വിധം റിപ്പോർട്ട് പുറത്തുവിടണമെന്നാണ് വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ്. സാംസ്കാരിക വകുപ്പിന് റിപ്പോർട്ടിനോട് മുൻവിധിയെന്നായിരുന്നു വിവരാവകാശ കമ്മീഷന്റെ കുറ്റപ്പെടുത്തൽ. അൽ അമീനുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. അമീൻ, 2019 ഹേമ കമ്മീഷൻ, ജസ്റ്റിസ് ഹേമ കമ്മീഷൻ അധ്യക്ഷയായിട്ടുള്ള ഒരു കമ്മീഷൻ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി രൂപീകരിച്ചത്. നടി ആക്രമിക്കപ്പെട്ട കേസ് ഉൾപ്പെടെയുള്ള വിവിധ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു ഈ കമ്മീഷൻ രൂപീകരിച്ചത്. പക്ഷേ റിപ്പോർട്ടുകൾ ലഭിച്ച വർഷങ്ങൾക്ക് ശേഷവും സാംസ്കാരിക വകുപ്പും ഇതേ സർക്കാരും തന്നെ, കഴിഞ്ഞ തവണ പിണറായി വിജയൻ സർക്കാർ തന്നെയായിരുന്നു, ആ സർക്കാർ നിയോഗിച്ച കമ്മീഷനാണ്. പക്ഷേ ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ തയ്യാറാവാതിരുന്നത് സിനിമാ ലോബിയുടെ നിരന്തരമായ സമ്മർദ്ദത്തിന് വഴങ്ങിയെന്നാണ് വിമർശനം ഉയർന്നിരുന്നത്. ആ വിധത്തിൽ ഉള്ള ഒരു വിമർശനം ഇപ്പോൾ വിവരാവകാശ കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന സാംസ്കാരിക വകുപ്പിന് റിപ്പോർട്ടിനോട് മുൻവിധിയെന്നും പറയുന്നു. എന്തൊക്കെയാണ് കമ്മീഷന്റെ ഉത്തരവിലുള്ളത്? സുപ്രധാനമായ ഒരു ഉത്തരവാണ് വിവരാവകാശ കമ്മീഷൻ ഇക്കാര്യത്തിൽ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഈ ജൂലൈ 25 മുമ്പ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണമെന്നുള്ളതാണ് കമ്മീഷന്റെ സർക്കാരിനോടുള്ള നിർദ്ദേശം. വിവരാവകാശ പ്രകാരം മറച്ചുവെക്കാവുന്ന വിവരങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ വിവരങ്ങളും പുറത്തുവിടണമെന്നുകൂടി അതിൽ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഈ ഉത്തരവ് നടപ്പിലായി എന്നുള്ളത് സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി ഉറപ്പാക്കണമെന്ന നിർദ്ദേശം കൂടി ഈ ഉത്തരവിലുണ്ട്. എന്ന് മാത്രമല്ല, എന്ത് നടപടി ഈ ഉത്തരവിന്മേൽ സ്വീകരിച്ചു എന്നുള്ളത് ജൂലൈ 26 കമ്മീഷനെ അറിയിക്കണം. ഏതെങ്കിലും തരത്തിൽ റിപ്പോർട്ട് പുറത്തുവിടുന്നതിനോ ഉള്ളടക്കം അപേക്ഷകർക്ക് നൽകുന്നതിനോ തടസ്സമുണ്ടെങ്കിൽ അതിന്റെ കാര്യകാരണം വകുപ്പ് ഉദ്യോഗസ്ഥർ 27-ാം തീയതി കമ്മീഷന് മുന്നിൽ ഹാജരായി ബോധിപ്പിക്കണമെന്നുകൂടി വിവരാവകാശ കമ്മീഷനുടെ ഉത്തരവിൽ ചൂണ്ടിക്കാണിക്കുകയാണ്. എന്ന് മാത്രമല്ല, പലപ്പോഴായി ഈ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം തേടി അപേക്ഷകർ സമീപിച്ചെങ്കിലും സാംസ്കാരിക വകുപ്പിലെ ഉദ്യോഗസ്ഥർ മുൻവിധിയോടുകൂടി അതിനെ സമീപിച്ചു എന്നും ആ വിവരങ്ങൾ കൊടുക്കാതിരുന്ന നടപടി ശരിയായില്ല എന്ന വിമർശനം കൂടി വിവരാവകാശ കമ്മീഷനുടെ ഈ ഉത്തരവിൽ ചൂണ്ടിക്കാണിക്കുകയാണ്. രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം സിനിമാ മേഖലയിലെ വനിതകളുടെ പ്രശ്നം പഠിക്കുന്നതിന് വേണ്ടി ഒരു കമ്മീഷനെ രൂപീകരിച്ചത്. 2017 കമ്മീഷനെ രൂപീകരിച്ചത്. 2019 ആ കമ്മീഷൻ സർക്കാരിന് റിപ്പോർട്ട് നൽകുകയും ചെയ്തു. പക്ഷേ ഇക്കണ്ട കാലം അത്രയും ആ റിപ്പോർട്ട് പുറത്തുവിടാതെ പിടിച്ചുവെച്ചിരിക്കുന്ന ഒരു സമീപനമാണ് സർക്കാർ സ്വീകരിച്ചിരുന്നത്. നിയമസഭയിലെങ്കിലും റിപ്പോർട്ട് വെക്കണമെന്ന ആവശ്യമുയർന്നപ്പോഴെല്ലാം സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റത്തിൻ്റെ ഒരു കാരണം പറഞ്ഞുകൊണ്ടൊരു പ്രതിരോധം തീർത്തുകൊണ്ട് ആ റിപ്പോർട്ട് സർക്കാർ പൂഴ്ത്തിവെച്ചിരിക്കുകയായിരുന്നു. വലിയ വിമർശനങ്ങൾ ഇതിനെതിരെ ഉയർന്നു വരികയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ വിവരാവകാശ കമ്മീഷണറുടെ ഉത്തരവിൽ പറയുന്നത് ആരുടെയും സ്വകാര്യതയെ ഹനിക്കേണ്ട കാര്യമില്ല, അങ്ങനെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് ആ വിവരങ്ങൾ പുറത്തു പോകുന്നില്ല, അല്ലെങ്കിൽ അവരിലേക്കുള്ള ലഭിക്കുന്ന സൂചനകൾ പോലും പുറത്തു വരുന്നില്ല എന്ന് ഉറപ്പാക്കിക്കൊണ്ട് ബാക്കി മുഴുവൻ വിവരങ്ങളും പുറത്തുവിടണമെന്നുള്ള ഒരു സുപ്രധാന വിധിയാണ്, അല്ലെങ്കിൽ ഒരു നിർദ്ദേശമാണ് വിവരാവകാശ കമ്മീഷണർ പുറത്തുവിട്ടിരിക്കുന്നത്. ഇനി ഇക്കാര്യത്തിൽ അറിയേണ്ടത് ഈ നിർദ്ദേശത്തിന്മേൽ, ഈ ഉത്തരവിന്മേൽ സർക്കാർ എന്ത് തുടർ നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ്. അതുതന്നെയാണ് ഈ വിഷയത്തിൽ ഏറെ പ്രധാനവും. നേരത്തെ വർഷങ്ങളായിട്ട് പല കോണുകളിൽ നിന്ന് മുറവിളി ഉയർന്നിട്ടും റിപ്പോർട്ട് പിടിച്ചു വെച്ചിരുന്ന സർക്കാർ വിവരാവകാശ കമ്മീഷനുടെ ഈ ഉത്തരവ് വന്ന ഉടനെ തന്നെ റിപ്പോർട്ട് പുറത്തുവിടുമെന്ന് പ്രതീക്ഷിക്കുക വയ്യ. സ്വാഭാവികമായും അതിനെതിരെ മുന്നോട്ട് പോകാൻ, അപ്പീൽ പോകുന്നതിൻ്റെ അടക്കം സാധ്യതകൾ ഒരുപക്ഷെ സർക്കാർ പരിഗണിച്ചേക്കാം, പരിശോധിച്ചേക്കാം. അതിനുള്ള ചർച്ചകൾ ഒരുപക്ഷെ എന്ന പ്രധാനപ്പെട്ട ചോദ്യം അവിടെ ഉയർന്നു വരും. സിനിമാ ലോബിയാണ് ഈ റിപ്പോർട്ട് പുറത്തുവിടാതിരിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നതെന്ന് നിരന്തരമായ ആരോപണങ്ങൾ പല വിധത്തിലുണ്ടായിരുന്നു. WCC ഉൾപ്പെടെയുള്ള സിനിമയിലെ വനിതകളുടെ സംഘടന ഉൾപ്പെടെ ഇക്കാര്യം പറഞ്ഞിരുന്നു. നോക്കൂ, സിനിമയിലെ പല പ്രവണത, പ്രത്യേകിച്ച് സിനിമയിൽ അവസരം കിട്ടുന്നതിന് വേണ്ടി ലൈംഗികമായി സ്ത്രീകൾ നിന്നുകൊടുക്കേണ്ടി വരിക, കാസ്റ്റിംഗ് കൗച്ചിന് വിധേയരാവുക, മാത്രമല്ല തുറന്നു പറയുന്നതിൻ്റെ പേരിൽ പല നടിമാർക്കും അവസരം നൽകാതിരിക്കുക എന്നീ കാര്യങ്ങൾ ഇപ്പോൾ സമീപകാലത്ത് പാർവതി ഉൾപ്പെടെയുള്ള നടിമാർക്ക് സിനിമയിൽ അവസരം കുറഞ്ഞത് വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം നിൽക്കുമ്പോൾ സർക്കാർ ആരുടെ കൂടെ നിൽക്കുന്നതെന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം അവിടെ ഉയർന്നു വരിക തന്നെ ചെയ്യും. അക്കാര്യത്തിലൊരു സംശയവുമില്ല. ഒരുപക്ഷെ അങ്ങനെ ഒരു നീക്കം സർക്കാർ നടത്തിയാൽ തന്നെ ഈ വിധത്തിൽ ഉയർന്നു വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടി കൂടി കണ്ടുവച്ചിട്ടായിരിക്കും സർക്കാർ മുന്നോട്ട് പോവുക എന്നുള്ളത് പ്രധാനമാണ്. അങ്ങനെ അപ്പീൽ പോകുമെന്നോ അല്ലെങ്കിൽ വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശം സർക്കാർ പാലിക്കില്ല എന്നോ അല്ല, അങ്ങനെ സൂചനകളൊന്നും ലഭിക്കുന്നുമില്ല. പക്ഷേ ഈ വർഷം അത്രയും പല കോണുകളിൽ നിന്ന് മുറവിളി ഉണ്ടായിട്ടും, പ്രത്യേകിച്ച് സിനിമാ മേഖലയിലെ വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ നിരന്തരം സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടൊന്നും ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നില്ല. അങ്ങനെ പുറത്തുവിടാതിരിക്കണമെങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാരണം അത് സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം
എന്ന സർക്കാരിൻ്റെ വാദം മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ആ റിപ്പോർട്ട് വന്നാൽ അതിൽ പരിക്കേൽക്കുന്ന, അതിൽ പോറലേൽക്കുന്ന, അതിൽ മുഖം വികൃതമാകുന്ന, വീണുടയുന്ന വിഗ്രഹങ്ങൾ അനവധിയുണ്ട്, നിരവധിയുണ്ട്. അത് സർക്കാരിന് കൃത്യമായ ബോധ്യവുമുണ്ട്. ഒരുപക്ഷെ അങ്ങനെ ആ റിപ്പോർട്ട് പുറത്ത് വന്ന് അത്തരത്തിൽ മുഖം വികൃതമാകാൻ സാധ്യതയുള്ള ആളുകളെ സംരക്ഷിക്കുക കൂടി ലക്ഷ്യമിട്ടുകൊണ്ടാണ് സർക്കാർ ഈ റിപ്പോർട്ട് പുറത്തുവിടാതിരുന്നത് എന്നുള്ളത് വ്യക്തമാണ്. സ്വാഭാവികമായും ആ ഒരു ബാധ്യത സർക്കാർ, അല്ലെങ്കിൽ ആ ഒരു സംരക്ഷണ കവചം ഇനിയും സർക്കാരിന് തുടരേണ്ടി വരും. അതെങ്ങനെ ചെയ്യുമെന്നുള്ളതാണ് പ്രധാനം. അങ്ങനെ ഈ വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് വന്നതിന് ശേഷവും അല്ലെങ്കിൽ ഇനി അങ്ങനെ ഒരു സംരക്ഷണ കവചം കൊടുക്കേണ്ടതില്ല, എടുത്തങ്ങ് പയറ്റാമെന്നുള്ള രീതിയിൽ റിപ്പോർട്ട് പുറത്തുവിടുമെന്ന് പ്രതീക്ഷിക്കുക വയ്യ. അത്ര എളുപ്പത്തിൽ ആ റിപ്പോർട്ട് പുറത്തു വരാനുള്ള സാധ്യത നമ്മൾ കാണുന്നില്ല. പക്ഷേ ആ റിപ്പോർട്ട് പുറത്തുവിടാതെ ഈ പറഞ്ഞതുപോലെ ഒരു മറു രീതിയിലേക്ക് സർക്കാർ നീങ്ങുകയാണെങ്കിൽ അത് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കും. ആ വിമർശനങ്ങളെ എങ്ങനെ പ്രതിരോധിക്കുമെന്നുള്ളതിനുള്ള പ്ലാൻ ബി കൂടി മുന്നിൽ കണ്ടിട്ടായിരിക്കും സർക്കാർ അങ്ങനെ ഒരു നീക്കം നടത്തിയാൽ തന്നെ അതിന് തുനിയുക എന്നുള്ള കാര്യത്തിലും സംശയമില്ല. സർക്കാർ മുൻപ് പറഞ്ഞത് ഈ ജസ്റ്റിസ് ഹേമയുടെ മുന്നിലേക്ക് വന്ന, ഈ കമ്മീഷന് മുന്നിലേക്ക് വന്ന പല ആളുകളും വിവരങ്ങൾ നൽകിയത്, മൊഴികൾ നൽകിയത് രഹസ്യമൊഴിയായിട്ടാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ രഹസ്യമൊഴി നൽകിയ ആളുകളുടെ വിവരങ്ങൾ പുറത്തു പോകാൻ പാടില്ല എന്ന റിപ്പോർട്ടിൽ തന്നെ ജസ്റ്റിസ് ഹേമ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൂടി മുൻനിർത്തിയാണ് ആ റിപ്പോർട്ട് ഇതുവരെയും സർക്കാർ പുറത്തുവിടാതിരുന്നത്. പക്ഷേ ഇപ്പോൾ അതിനൊരു സംരക്ഷണം നൽകിക്കൊണ്ട് തന്നെ ആ സ്വകാര്യ വിവരങ്ങൾ, ആ വിവരം നൽകിയവരുടെ വിവരങ്ങൾ, ഐഡന്റിറ്റി, അതെല്ലാം സംരക്ഷിക്കപ്പെടണമെന്നുള്ളത് ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെയാണ് വിവരാവകാശ കമ്മീഷണർ റിപ്പോർട്ടിൻ്റെ മറ്റുള്ളടക്കം പുറത്തുവിടണമെന്ന് നിർദ്ദേശിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും സർക്കാരിന് ആ വിധത്തിൽ പുറത്തുവിടണമെങ്കിൽ അതിന് വിവരാവകാശ കമ്മീഷൻ ഒരു നിർദ്ദേശം ഈ വർഷം അത്രയും കാത്തിരിക്കേണ്ട കാര്യമില്ലായിരുന്നു. നേരത്തെ തന്നെ ഈ സ്വകാര്യത ഹനിക്കാത്ത രീതിയിൽ ആ വിവരങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് റിപ്പോർട്ടിൻ്റെ മറ്റുള്ളടക്കങ്ങൾ പുറത്തുവിടാമായിരുന്നു. അത് സർക്കാരിന് അറിയാവുന്ന കാര്യമാണ്. അത് വിവരാവകാശ കമ്മീഷണർ പ്രത്യേകിച്ച് ചൂണ്ടിക്കാണിക്കേണ്ട കാര്യവുമല്ല. പക്ഷേ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നിട്ടും ഇക്കണ്ട വർഷം അത്രയും അതിന് തുനിയാതിരുന്ന സർക്കാർ ഇനി പെട്ടെന്ന് അതിന് തുനിയുമോ എന്നുള്ളത് ഏറെ പ്രധാനം. ഇനി അതല്ല, അങ്ങനെ തുനിഞ്ഞാൽ തന്നെ അത് ഏത് രീതിയിലായിരിക്കും ആ റിപ്പോർട്ട് പുറത്തുവരിക എന്നുള്ളത് അതിനേക്കാൾ പ്രധാനം. അതിനപ്പുറത്തേക്ക് ഇതുവരെ സ്വീകരിച്ച നിലപാടിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോകാതെ മുന്നോട്ട് തന്നെ പോകുന്നു ആ റിപ്പോർട്ട് പുറത്തുവിടാതിരിക്കാൻ. അതിനപ്പുറത്തേക്ക് സിനിമാ മേഖലയിലെ വനിതകളുടെ പ്രശ്നപരിഹാരത്തിനുള്ള നടപടികൾ, ശുപാർശകൾ, നിർദ്ദേശങ്ങൾ അത് നടപ്പിലാക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനപ്പുറത്തേക്ക് ഇതിൻ്റെ ഉള്ളടക്കം പിടിച്ചുവെക്കാൻ തന്നെ സർക്കാർ തീരുമാനിക്കുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഇനി പ്രധാനം. അതായത് ഈ വിഷയത്തിൽ സർക്കാരിൻ്റെ തുടർ നീക്കം തന്നെയാണ് പ്രധാനം. അത് സാംസ്കാരിക വകുപ്പിൻ്റെ ഏകപക്ഷീയമായ തീരുമാനമായിരിക്കില്ല. സർക്കാർ തലത്തിൽ ആലോചന, മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം, അതോടൊപ്പം CPM-ൻ്റെയും അതുപോലെ തന്നെ LDF-ൻ്റെയും ഒക്കെ അതിലൊക്കെ ഒരു ചർച്ച ചെയ്തതിനു ശേഷം തന്നെയായിരിക്കും ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് സർക്കാർ ഒരു അന്തിമ നിലപാട് കൈക്കൊള്ളുക. കാരണം തൊട്ടാൽ പൊള്ളുന്ന വിഷയമാണെന്നുള്ള കാര്യം ഉറപ്പാണ്. ആ റിപ്പോർട്ട് പുറം ലോകത്തേക്ക് വന്നാൽ, ആ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം പുറത്തു വന്നാൽ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന പല വിഗ്രഹങ്ങളും വീണുടയുന്നതിന് കാരണമാകും സിനിമാ മേഖലയിൽ എന്നുള്ളത് 101% ഉറപ്പാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ആരാധിച്ചിരുന്ന ആരാധകരുടെ ആരാധനാപാത്രമായിട്ടുള്ള വലിയ വിഗ്രഹങ്ങൾ വീണുടയാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് സർക്കാർ ഈ റിപ്പോർട്ട് ഇത്രനാൾ പൂഴ്ത്തിയത് എന്ന കാര്യം വ്യക്തമാണ്. അത് കേവലം സ്വകാര്യതയുടെ പ്രശ്നം മാത്രമായി കാണാനാവില്ല എന്ന് ചലച്ചിത്ര മേഖലയിലെ വനിതകൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വനിതകളുടെ മാത്രമല്ല, സിനിമയിൽ തുറന്നു പറയുന്ന അല്ലെങ്കിൽ ഈ ലോബിക്കെതിരെ നിൽക്കുന്ന പുരുഷന്മാർക്ക്, നടന്മാർക്കെതിരെ ഉൾപ്പെടെ എന്തൊക്കെയാണ് പ്രവർത്തിക്കുന്നത് എന്ന കാര്യങ്ങൾ ഉൾപ്പെടെ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ ഉണ്ട് എന്ന സൂചനകളാണ് ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും വിവരാവകാശ കമ്മീഷൻ സർക്കാരിനെ ഉത്തരവിറക്കിയിരിക്കുകയാണ് ഈ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന്. അതേസമയം സാംസ്കാരിക വകുപ്പിന് റിപ്പോർട്ടിനോട് മുൻവിധി എന്നൊരു വിമർശനം കൂടി കമ്മീഷൻ ഉന്നയിക്കുന്നുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു അൽ അമീൻ തിരുവനന്തപുരത്ത് നിന്ന്.